അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സിയാൻ നമ്മൾ ബസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ് വാങ്ങിച്ച് കൊടുക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. യെസ് ഗൈസ് യെസ് യെസ്. അവൻ ഈ ബസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കടാ. എടാ ഞാൻ ഉള്ളിലിരിക്കണില്ല, അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കൂല. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. ഇപ്പൊ സൗണ്ട് കേൾക്കാം നല്ലോണം. അങ്ങനെ അപ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങി അത്ര വലിയ സൗണ്ട് ഒന്നും കേൾക്കൂല ഞാൻ പറയണത് ഗൈസ്. പിന്നെ ചെറിയൊരു ശോകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കൊടുക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവൻ്റെ ഫേസ് അതിൽ വന്നു. ഇപ്പം പറഞ്ഞ ഫേസ് ഒന്നും കാണിക്കേണ്ടതാണ്. ഫേസ് അതിൽ വന്നതുകൊണ്ടാണ് കേട്ടോ ഗൈസ് എടുക്കണമെന്ന് കാണിക്കാനാ. BMR ആണ് എടുത്തു കൊടുത്ത ചക്കനി ഗൈസ്. പിന്നെ ലൈറ്റ് വർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലും ലൈറ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പീക്കറിൽ ബ്ലൂടൂത്ത് ആക്കിയിട്ടില്ലേ, അത് നമ്മൾ ചെയ്തിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല ഫോണിൽ. അങ്ങനെ അതൊന്ന് ശരിയാക്കണം. പിന്നെ എന്താണ്, പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടോ, പുതിയതൊന്നും കിട്ടിയില്ല നമുക്ക്. കാട്ടി കയറ്റാലൊന്നും പറ്റിയ കാട്ടി കയറിയില്ല. അവിടെ കുഴിയായതുകൊണ്ട് ഞാൻ സ്റ്റീറിങ് പിടിച്ചിട്ടുണ്ടായില്ല. അതെ. പിന്നെ എന്താണ് വണ്ടി ഗൈസ്, വണ്ടി പിന്നെ സിയാൻ്റെ പേരിലാണ് കേട്ടോ ഉള്ളത്, എൻ്റെ പേരൊന്നുമല്ല. അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ തന്നതുകൊണ്ട് ചിലവ് എനിക്കില്ലേ. കഫേ പൈസ മതി, എനിക്ക് പാലൊന്നും വേണ്ടേ. ഞാൻ എല്ലാ ഇതും തരാന്ന് വിചാരിച്ച കഫേ വേണ്ടായിരുന്നു. ശരി, ഒച്ചത്തിൽ സംസാരിക്കട്ടാ. ക്ഷീണിച്ചു പോയേ നൈറ്റ് ഡ്യൂട്ടി എടുത്ത് കുറച്ച് പാലപ്പുഴയിൽ ജോലിക്ക് പോകണല്ലോ. അത് ഇതേടാ എടാ. പിന്നെ ഒരു മാസം എനിക്കൊരു 1 ലക്ഷം രൂപ കിട്ടും. എടാ ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടും തള്ളല്ലേ കഫേല്. ശരി ശരി, എനിക്കില്ലേ ഒരു 50,000 രൂപ ഇപ്പൊ തന്നെ. നീ ഇതെന്താണ് തരാം. ശരി 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 ശരി, നീ എനിക്കൊരു ബസ് വാങ്ങിച്ചാൽ മതി. മേടിച്ചരാ. ഞാൻ ഒരു ഈ മേടിച്ചല്ലോ. ഇതെന്താണ് ഇയാൾ എന്താ പറയാ, സെറ്റ് സാധനം മേടിച്ച സ്റ്റിക്കറൊക്കെ ഉള്ള. ശരി ശരി, എനിക്ക് സെഡാസ്ത്ര മറ്റേ ഇത് മതി. എന്ത് ഏത് ബസ്സാണ് ഞാൻ കാണിച്ചതരാം. ഞാൻ ശരി, ആ ബസ് എൻ്റെ പേരിൽ തന്നെ ഇറക്കണം. ഇന്ന് വാങ്ങിച്ചല്ലോ ഉറപ്പ് ഗൈസ്. അവൻ എനിക്ക് ഇപ്പം ഇല്ല കേട്ടോ. എന്തായാലും വണ്ടി ബുക്കൊക്കെ പുതിയ വണ്ടി വേണേ. പുതിയത് വേണം. അത് എന്നാൽ ശരി, അതൊന്നും വേണം. എനിക്കൊരു ചേസ് എടുത്ത് തന്നെ പറ്റുമോ? അവിടെ പ്രകാശി കൊണ്ടുപോയി ബോഡിയൊക്കെ കെട്ടിച്ച് അത് എൻ്റെ പേരിൽ തന്നെ ആക്കി തന്നെ പറ്റുമോ? ഉറപ്പ്. പിന്നെ ശരി, നമുക്ക് ഇപ്പം നേരെ പ്രകാശം മറ്റേ ഇല്ലാട്ട് വരെ ബസ് സ്ഥലത്താട്ട് വരെ ചേസ് എടുക്കണം ഗൈസ്. ഈ ട്രിപ്പ് ഇപ്പം തന്നെ കഴിച്ച് നമ്മൾ തീർത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോട്ടാ. എടുത്ത് തരുമെന്നാണ് ഞാൻ പറയണത്. അല്ല, അപ്പം നിന്റെ അക്കൗണ്ട് ഒന്ന് എടുത്ത് അതിൻ്റെ 70 രൂപ നോക്കട്ടെ. അവിടെ ചെന്നിട്ട് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ കൊടുക്കേണ്ടി വന്നാലേ അവൻ്റെ 8 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. അപ്പൊ 8 ലക്ഷോ? അത് എന്റെ സെക്കൻഡ് അക്കൗണ്ട്, വേറെ അക്കൗണ്ട് ഉണ്ട്. അമ്മേ ഇതെന്താ അവർ ചിരിക്കുന്നു. എനിക്ക് വേറെ അക്കൗണ്ട് കൊണ്ടാ, നിനക്ക് അറിയാൻ പോലെ. ഞാൻ നമ്പർ എടുത്ത് പറയാണ്ട് പാലിന്റെ ബിസിനസ്സും തുടങ്ങി. നീ കഞ്ചാവ് പോലെ അടിച്ചു കയറ്റിയ കഞ്ചാവ് വിൽക്കാൻ തുടങ്ങിയ. സത്യം ഞാൻ കഫേയുടെ ഓണർ മയൊക്കെ എനിക്ക് പൈസ എടുത്തോ? ചെലവനോട്ടെ എനിക്ക്. അമ്മേ ഈ ബസ്സും കൊണ്ടാ. ഞാനില്ലേ ബസ്സൊക്കെ ഇച്ചിരി ഇടിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കണം നീ തന്നെ. ഓക്കെ, ഇയാളൊക്കെ ചില്ലി പൈസയില്ലേ. എനിക്കൊരു ദിവസം തന്നെ എനിക്കൊരു 2-3 ലക്ഷം കിട്ടും. പിന്നെ ഒരു ദിവസം എന്ത് തള്ളാണ് ഇവൻ തള്ളാ. കുറച്ചു നേരം മുമ്പ് പറഞ്ഞത് ഒരു മാസം കൊണ്ട് 1 ലക്ഷം രൂപ കിട്ടുമെന്ന്. ഒരു മാസം 1 ലക്ഷം ഒന്നര, ഒരു 2.5 ലക്ഷം ഒക്കെ കിട്ടും. അപ്പൊ പിന്നെ എങ്ങനെ ഗൈസ്, നമ്മ ഇപ്പൊ തന്നെ പോയി പുതിയ ചേസ് എടുക്കോട്ടെ. പിന്നെ നമ്മ പുതിയ വീടൊക്കെ മേടിച്ച് അങ്ങോട്ടൊക്കെ താമസം മാറി. അതന്നെ, പുതിയൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തോ ദ്വീപിന്റെ കാര്യം അങ്ങനെ എന്തോ ആണ്. ദ്വീപിന്റെ ഞങ്ങൾ മേടിച്ച. ഞാൻ വേറെ വീട് വാങ്ങിച്ചില്ലേ. ഞാൻ ക്ഷണിച്ചിട്ടില്ലേ, അറിയാൻ പാടില്ലേ. ഞാൻ വേറെ വീട് വാങ്ങിച്ചാൽ ദ്വീപിന്റെ നടുക്കുള്ള ആ വീട് കാണിച്ചാ നിനക്ക്. അപ്പൊ മിക്കവാറും വെള്ളപ്പൊക്കത്തിൽ മുങ്ങും. ഇല്ലടാ, അടിക്കാം. ഞാൻ നിനക്ക് കാണിച്ചാലാണെങ്കിൽ ഇത്തിരി അങ്ങോട്ട് പോയിട്ട്. നീല്ലേ കുറച്ച് നേരം കഴിയുമ്പില്ലേ, ഒരു രാത്രിയൊക്കെ ആകുമ്പോ എൻ്റെ കൂടെ വരും 5 സ്റ്റാർ ഹോട്ടലിൽ ഒന്ന് മേടിക്കാൻ. 5 സ്റ്റാർ ഹോട്ടൽ എനിക്കില്ലേ 5 സ്റ്റാർ ഹോട്ടൽ. അത് എനിക്ക് ഒരു
എന്തായാലും ഒരു വിൽക്കാണ്ടിട്ടുണ്ടായി അവര് എനിക്ക് പൈസ കുറച്ചെന്ന് പിന്നെ ഞാൻ ഒരു ലോട്ടറി എടുത്ത അതായെങ്കിൽ കറക്റ്റ് എമൗണ്ട് അപ്പൊ ഞാൻ അതങ്ങടെ മേടിച്ചാ നോക്കാൻ പറ്റോടാ നോക്കാൻ എന്റെ പേരിലായി ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് എനിക്കിപ്പോ അവിടെ നിന്ന് ഇപ്പൊ അവിടെ നിന്നില്ലേ എനിക്ക് ഒരു ദിവസം ഒരു 6 ലക്ഷമെങ്കിൽ കിട്ടും. പിന്നെ 5 സ്റ്റാർ ഹോട്ടലാണ് അതൊക്കെ അറിയാം എല്ലാ നമുക്ക് ഇതൊക്കെ ശീലിച്ചല്ലേ നീ എപ്പോഴും പോയി 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 പക്ഷേ ഈ വണ്ടിയുടെ കുറച്ച് ഇതൊക്കെ സസ്പെൻഷനൊക്കെ സെറ്റ് ആവണ്ട. എടാ നമുക്കില്ലേ ഒരു വണ്ടി ഷോറൂം അങ്ങനെ തുടങ്ങിയാലോ ബസ്സിന്റെ? എടാ നിനക്കില്ലേ ഈ ബസ്സാണ് ഇഷ്ടം, കാറാണ് ഇഷ്ടം, ബൈക്കാണ് ഇഷ്ടം? എല്ലാവർക്കും നമ്മളെ ചെയ്യാൻ പുതിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ തുടങ്ങി. നമ്മളെ വിളിച്ചില്ല, നമ്മളൊറ്റക്കാണ്. നീ എന്നെ വിളിച്ചില്ലല്ല എന്തിന്? ഗൈസ് ഞാൻ പിന്നെ ഒരു വീട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കിച്ചൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. നിനക്ക് ആ വീട് ഇഷ്ടപ്പെടും ഉറപ്പാണ്. എടാ ചുറ്റിനും വെള്ളം, അതിനടുക്ക് ഇച്ചിരി കാട്, അതിനടുക്ക് ഒരു വീട്. അയ്യോ വണ്ടി എന്നാണ് കേറാത്ത? എടാ നീ ഇല്ല അത് ആ ഡോറൊന്നും ഓടിക്കേ, ഡോർ കൂട്ടിട്ട് വണ്ടി പോകണ്ട. എടാ നീ റിവേഴ്സ് എടുത്തിട്ടാ ഒന്നും കൂടി കയറ്റി റിവേഴ്സ് എടുത്തേ. ഗൈസ് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പപ്പടം ഇടാ. ഞങ്ങൾക്ക് വീട്ടിൽ പപ്പടം ഇല്ലല്ലോ, ഞാൻ മണി എടുത്തു തരാം. അയ്യോ പപ്പടോ ബിരിയാണി ഉണ്ട്. ഇവ ഞമ്മാരാണ് പുതിയ വീടും വെച്ച് ബിരിയാണിയും വെച്ച വണ്ടി കയറാത്ത? പിന്നെ ഒന്ന് ന്യൂട്രലിട്ട് എന്നിട്ട് ഒന്നും കൂടി കയറ്റി. അതായത് വണ്ടി കയറേണ്ട ഇത് വേണ്ട, ഇപ്പൊ കേറോണ്ട് ഇച്ചിരി കൂടി സൈഡ് എടുക്കാം. ഇതെന്താ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് നീ വളച്ചും കുളിച്ചും കയറ്റപ്പോ കയറിക്കോളും. ചെയ്യാനേ ഒരു പ്രശ്നമാണ് കേട്ടാ, വണ്ടിയുടെ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആണെന്ന് അടിച്ചപ്പോ. അയ്യോ ഇതെന്താണ് വണ്ടി കേറാനില്ല, ഇടക്കിടക്ക് വണ്ടി കിടക്ക് ഓഫായി പോണതേ. ഇപ്പൊ ഒന്നും കാണാൻ പറ്റുള്ള, അതാ വേറെ ഷോ. ഫ്രണ്ട് എന്താ ഫ്രണ്ടില് വീടുമ്പോ ശോകം പോലെ ബ്ലാക്ക് ആയോണ്ട് ചില്ല്. അത് നിനക്ക് ഓടിക്കാൻ വേണം ഈ വണ്ടി? പയ്യനെ പോയാ കേട്ടാ, എന്നെ പോലെ കൊക്കയിലൊന്നും ഇടരുത്. ഓക്കെ എന്നാ വണ്ടി നിർത്തട്ടെ. എടാ ഇതൊന്ന് മാറ്റിക്ക്, നീ ഇങ്ങോട്ട് കയറുന്നു, ക്യാമറ ഓടിച്ചോ അങ്ങനെ പോണേ. ഓക്കെ സെറ്റ് നിക്കണം. വണ്ടിയിൽ നിന്ന് തന്നെ പറയാം, ഇനി ഇറങ്ങി താഴത്ത് മൊത്തം വെള്ളം ഉണ്ടോ? ഇങ്ങനെ കയറിക്കോ. ഓക്കെ ഓക്കെ നമ്മളോടൊക്കെ അറിയിക്കുന്നത് മൊത്തിച്ചു പോയതോ? ഹാൻഡ് ബ്രേക്ക് ഒന്ന് മാറ്റോ ബ്രോ, വണ്ടി ഓടിക്കാറിയ പോലെ. ഫസ്റ്റ് ഇയറിലാണ് പോണേ, നോക്കി ഫസ്റ്റ് ഇയറിൽ തന്നെയാണ് നീ പുറത്തോട്ട് ലീവ് ഇട്ടാ മതി. എടാ കണ്ടി കച്ച് എടാ എടാ അപ്പൊ ഓടിക്കാറിയാ പാടാ. പിന്നെ ഓടിക്കാറിയാ നീ കുറച്ച് ഇതാ നീ ഗിയർ മാറ്റടാ. മാറ്റി ഇതൊന്നും മാറാത്ത. ഓക്കെ ഇനി ഇങ്ങനെ വിളിച്ചാൽ മതി. ഭയങ്കര മലയല്ലേ? ഭയങ്കര മലേ കുറച്ച് വലിയ മലയാണ് വഴി. അപ്പൊ നമുക്ക് ചെയ്യാനേ അതാണ്ട കടല് സൈഡിലെ നോക്കൂ. ഇത്ര വലിയ കടലൊക്കെ ഉണ്ടായപ്പോ, ഇത്ര വലിയ കടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞു കടലൊക്കെ ഉണ്ട്. നീ അതേ കാണാൻ. എടാ നമുക്ക് സ്വർഗത്തിലോട്ട്. അയ്യോ വേണ്ട. അതെന്താടാ നിനക്ക് പറ്റാത്ത? കുറച്ച് ഇത് കൊണ്ടാ, എനിക്ക് കുറച്ചും കൂടി എനിക്ക് ആയുസുണ്ട്, അതുകൊണ്ട് അത് തീർത്തേണ്ടി വരാം. എന്നാ നമുക്ക് താഴത്തോട്ട് പോയിട്ട് ഇതേടാ അതാണ് വഴി. ആ താഴത്തോട്ട് പോകണം. പക്ഷെ കടലിൽ ചാടാൻ പറ്റൂല കേട്ടോ. എനിക്ക് സുനാമിയാന്ന് തോന്നുന്നുണ്ട് അവിടെ കൂടി. കണ്ട കടലിന്റെ പൊക്കത്തൂര് മരമൊക്കെ ചെറുപാടെ വെള്ളം കയറിയേക്കും. അയ്യോ പോലീസ്, മഴ പെയ്ത് വെള്ളം വന്നതാണോ? അയ്യോ പോലീസ് അടിച്ചിട്ടിട്ടുണ്ട്. താങ്ങാടെ പോയി അയാൾ ചത്തറ പൊട്ട. അതാരൊന്നുമില്ല, മാത്രം നിന്നിട്ടുണ്ട്. എടാ എടാ അയാൾ ചത്തൊന്നുണ്ട. ടിപ്പറ എന്താ പറയണ്ടല്ലോ.
പോലീസ് മോനെ തള്ളിയിട്ടത്. എന്റെ പൊന്നേട്ടാ ഈ വണ്ടി നമ്പർ പ്ലേറ്റ് വണ്ടി എടുത്തില്ലേട്ടാ കാരണം ഈ വണ്ടി കേറണില്ല ഏട്ടാ. വണ്ടി കേറണില്ല എടാ ന്യൂട്രലാക്കല്ലേടാ. നോക്കുള്ള സമയത്തില്ല കേട്ടോ. നീ മാറിക്ക്, ഞാൻ ഓടിക്കാം. വണ്ടി കുടുങ്ങി, ഞങ്ങളും കുടുങ്ങി. ഓക്കെ ഓക്കെ, നമുക്ക് സ്വർഗത്തിൽ പോയിട്ട് വരാം. വണ്ടി ഈ ഷോർട്ട് കട്ട് പിടിച്ചു ആ പോലീസുകാരൊന്നും പറയണ്ടിരുന്ന പറയും. ആയി കൊള്ളാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാട്ടിലായി പോയി. ഇതെന്താണ്ട് ഇതെന്തൊരു കാട്, ഇങ്ങനെ ഒരു കാട്. അതെ ഗൈസ്, മരച്ചില്ലേന്ന് ബസ് കുടുങ്ങി. എന്താണ് ഫ്രണ്ടിലേക്ക് ബാക്കി ഗൈസ് അത്ര നമ്മ ഇതുപോലെ ഗ്ലിച്ചായി പോയിക്കുന്നു. ഗ്ലിച്ചൊന്നുമല്ല ഗൈസ്, നമ്മൾ ഗ്ലിച്ചായി മരത്തിന്റെ ഇടയിൽ പോയി കുടുങ്ങിപ്പോയി. അത്ര കൊണ്ട് ബസ്സാണ് കേറണം. ഈ ബസ് വലിയ പോലല്ല. എടാ വണ്ടിയുടെ ടയറിടുന്ന കമായി കളിക്കണ. അയ്യോ എടി, ഇവിടെ സ്വർഗത്തിലാട്ട് പോവാൻ വെച്ചോളൂ, നരയില്ലാത്ത പോവാൻ വെച്ചോളൂ. ഇങ്ങനെ വയ്ക്കോ ഇത് പോവാ. അത് സ്ഥലത്തിന് വണ്ടി പോകണ്ടേ. അപ്പൊ ഗൈസ്, നമുക്ക് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാം. കണ്ട ഗൈസ്, വണ്ടി ഡ്രിഫ്റ്റ് ആണാ. കണ്ടാ കഴിവൊക്കെ നിനക്കണ്ടാടാ. പുറത്തേക്കാണെങ്കിൽ നമുക്ക് കാട്ടിക്കൂടെ ഓടാൻ പറ്റുമോ നോക്കാം. എടാ നമുക്ക് ഓടാൻ പറ്റണ്ട, ബസ്സിന് ഓടാൻ പറ്റണ്ട. എന്തൊരു കഷ്ടം. പക്ഷെ പറഞ്ഞിട്ട് അതിലുള്ള ഇവിടെ ഭയങ്കര വലിയ 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 കുറ്റിയൊക്കെ ഉണ്ട്. ഇതുണ്ട മരമൊക്കെ. അയ്യോ കാണാൻ പറ്റല്ലേ. പിന്നെ നിനക്ക് മനസ്സിലാവേണ്ടതൊക്കെ. ഞാൻ നിന്റെ മേത്തൊരു ക്യാമറ ചുമ്മാ നീ എന്നെ ബാക്കിലുണ്ടെന്ന് മനസ്സിലായി. ഓടാൻ പറ്റുള്ള ഇതെന്താണ്. എടാ എന്തായാലും ഇവിടെ എത്തി. വാ, 2 കുളി കുടിച്ചിട്ടും പോ. എടാ ഇതിനെക്കാട്ടും എൻ്റെ ഹോട്ടലിൽ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷെ എന്നാലും കടലിൽ കുളിക്കാൻ സുഖം കടലിലല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട്